വചനത്താൽ എന്നെ നീതീകരിച്ചിരിക്കുക. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട്. ഹാലലൂയ. എന്നിട്ട് യോബിന്റെ പുസ്തകം 42-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിനകത്ത് യോബ് പറയുക, ഐ നോ ദാറ്റ് യു ക്യാൻ ഡു എനിത്തിങ് ആൻഡ് നോ വൺ ക്യാൻ സ്റ്റോപ്പ് യു. കണ്ടോ, ദൈവം ത്തിനോട് പറയുക, എന്താ പറയുന്നത്? എനിക്കറിയാം കർത്താവേ, നിനക്ക് എന്തും ചെയ്യാം, നിന്നെ ആർക്കും പിടിച്ചടക്കാൻ പറ്റത്തില്ല, നിന്നെ ആർക്കും നിർത്താൻ പറ്റത്തില്ല. കണ്ടോ, അന്ന് വായിച്ച്, നിനക്ക് സകലവും കഴിയുമെന്നും നിനക്ക് സകലതും കഴിയും, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. ആമേൻ, സ്തോത്രം. നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല. ഐ നോ ദാറ്റ് യു ക്യാൻ ഡു എനിത്തിങ് ആൻഡ് നോ വൺ ക്യാൻ സ്റ്റോപ്പ് യു. ഇന്ന് കർത്താവിനോട് പറയണം, കർത്താവേ, എനിക്ക് വേണ്ടി അങ്ങ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ, അങ്ങ് എനിക്ക് വേണ്ടി ഒരു നന്മ ചെയ്യുമ്പോൾ, അങ്ങ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആർക്കും അങ്ങേ തടയാൻ പറ്റത്തില്ല. അങ്ങക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ഹാലലൂയ. കർത്താവിന്റെ വചനം, മാർത്ത പറഞ്ഞു യേശുവിനോട്, യേശുവേ, നീ ഇപ്പോഴും നീ പിതാവിനോട് നീ എന്ത് ചോദിച്ചാലും എനിക്കറിയാം പിതാവ് അത് നിനക്കത് ചെയ്തു തരും എന്ന്. ഹല്ലേലൂയ. ഇനി നമ്മൾ ആ വാക്യം നമ്മുടെ സ്വന്തമാക്കിയിട്ട് നമ്മൾ പറയുക, ഞാൻ എന്ത് കർത്താവിനോട് ചോദിച്ചാലും കർത്താവ് എനിക്ക് നൽകിയിരിക്കും. സ്തോത്രം. യോബിന്റെ 42-നകത്ത് യോബ് ദൈവത്തിനോട് പറയുക, ദൈവമേ, എനിക്കറിയാം നിനക്ക് എന്തും നിന്നെ ആർക്കും നിർത്താൻ കഴിയത്തില്ല, നിന്നെ ആർക്കും തടയാൻ പറ്റത്തില്ല. അപ്പം ദൈവം എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയാൽ, നമ്മൾ ചോദിക്കുന്ന പ്രാർത്ഥനകൾക്ക് ദൈവം എന്തെങ്കിലും ചെയ്യാൻ ഒരുങ്ങിയാൽ, സ്തോത്രം, ആർക്കും ദൈവത്തിനെ അടക്കാൻ പറ്റത്തില്ല, ദൈവ പ്രവൃത്തി നിർത്താൻ പറ്റത്തില്ല. ഇന്ന് പറഞ്ഞ്, ദൈവ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ആർക്കും തടയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഉദ്ദേശിക്കുന്ന നന്മകള് ആർക്കും നിർത്താൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എന്നെ നീതീകരിച്ചത് കൊണ്ട് എൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം സകലതും ക്രിസ്തു യേശുവിൽ ഉവ്വെന്നും ആമേന്നുമാണ്. ഹല്ലേലൂയ. ദൈവം എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവം ആർക്കും അത് തടയാൻ പറ്റത്തില്ല. വിധിക്കോ ഭാവിക്കോ സാഹചര്യത്തിനോ ഒന്നിനും എൻ്റെ ജീവിതത്തിൽ നിന്ന് അതിനെ മായ്ച്ചു കളയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി, കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ പിടിച്ചു നിന്നാൽ മതി. ഹല്ലേലൂയ. ഞാൻ വിശ്വസ്തയോടെ പിടിച്ചു നിൽക്കും തോറും കർത്താവിന് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കും. ഹാലലൂയ. സ്തോത്രം. കർത്താവിന് മഹത്വം. മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിനകത്ത് ഹാലലൂയ അതിന്റെ 26-ാം വാക്യത്തിനകത്ത് യേശു കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം, യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ പറഞ്ഞു, ജീസസ് ലുക്ക്ഡ് അറ്റ് ദം intently and said, humanly speaking it is impossible, but with God everything is possible. Hallelujah. എന്ന് വായിച്ചേ. യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും അത് മനുഷ്യർക്ക് അസാധ്യം, അല്ലെങ്കിൽ മനുഷ്യ ചിന്തകൾ വെച്ച് നോക്കിയാൽ പലതും അസാധ്യമാ. എന്ത് കുടിക്കും, എന്ത് നടക്കും, എന്ത് ചെയ്യും, എവിടെ പഠിപ്പിക്കും, എല്ലാം മനുഷ്യരെ വെച്ച് നോക്കിയാൽ അയ്യോ നമുക്കത് സാധ്യമല്ല. എങ്ങനെ അത് ചെയ്യും? അതിന് അത്രയും ചെലവില്ലേ? അത് എങ്ങനെ നോക്കും? അതിന് അത്രയും ദൂരമില്ല. അയ്യോ അതെങ്ങനെ, അതെത്ര ബുദ്ധിമുട്ടാ. മനുഷ്യരാൽ അസാധ്യമാ. പക്ഷെയോ ബട്ട് വിത്ത് ഗോഡ് ദൈവത്തിന് സകലവും സാധ്യമെന്ന് ഇന്ന് വിളിച്ചു പറയുന്ന ഇന്ന് വിശ്വാസത്താൽ വിളിച്ചു പറയേണ്ട ഒരു കാര്യം, ദൈവത്താൽ സകലവും സാധ്യം. അല്ലേ? മനുഷ്യരാൽ അസാധ്യമാ, പക്ഷെ എൻ്റെ ദൈവത്താൽ സകലതും സാധ്യം. എൻ്റെ ദൈവത്താൽ ആ ഫീസ് ഇമ്പോസിബിൾ അല്ല. എൻ്റെ ദൈവത്താൽ ആ വീടിന്റെ പണിക്കുള്ള തുക ഇമ്പോസിബിൾ അല്ല. എൻ്റെ ദൈവത്താൽ ആ ആപ്ലിക്കേഷൻ കൊടുക്കുന്നിടത്ത് 5000 ആപ്ലിക്കൻസ് ഉണ്ടെങ്കിലും എൻ്റെ CV പൊങ്ങി വരാൻ അസാധ്യമല്ല. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ എൻ്റെ കർത്താവിനോട് എന്തെങ്കിലും ചോദിച്ചാൽ അത് മനുഷ്യബുദ്ധിയാൽ അസാധ്യമാ, പക്ഷെ എൻ്റെ ദൈവത്താൽ അസാധ്യമല്ല. ഹല്ലേലൂയ. നമ്മള് ചിലപ്പം ചില കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ ഭയക്കും, അല്ലെ? ഫോർ എക്സാമ്പിൾ, ഒരു ചെറിയൊരു ഉദാഹരണം, ഒരു വീടിന്റെ പണി നടത്താൻ വേണ്ടി എത്ര ബഡ്ജറ്റ് ആകും എന്ന് കോൺട്രാക്ടേഴ്സിനോട് ചോദിച്ചാൽ കോൺട്രാക്ടേഴ്സ് കാണിക്കും.
ഇരിക്കുമായിരിക്കും അല്ലേ. നമ്മൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും എടുത്തും സംസാരിച്ചും അത് കുറച്ച് 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 അങ്ങ് ഏറ്റവും കുറയ്ക്കാൻ പറ്റുന്നതിൻ്റെ അത്രയും കുറച്ച് കൊണ്ടുവരും. പിന്നെയും അതേ നോക്കിയിട്ട് തല ചൊറിഞ്ഞുകൊണ്ട് നിന്നിട്ട് നോക്കും, ഷോ കർത്താവ് എൻ്റെ കയ്യിൽ ഇത്രയുമേ ഉള്ളൂ, പക്ഷെ ഇതേണ്ട ബഡ്ജറ്റ് ഇത്രയും വലുപ്പമാണ്. പക്ഷെ കർത്താവിനോട് പ്രാർത്ഥിച്ച് കർത്താവ് യെസ് മുന്നോട്ട് നീ പൊക്കോ എന്ന് പറഞ്ഞ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാൽ ആ ബഡ്ജറ്റ് അസാധ്യമാ, പക്ഷെ ദൈവത്താലോ ആ ബഡ്ജറ്റ് നിസ്സാരമാ. എന്താന്ന് വെച്ചാൽ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ സകല ആവശ്യങ്ങളും ഹല്ലേലൂയ നിന്റെ സകല യോർ നീഡ്സ് ഹല്ലേലൂയ നിവർത്തീകരിച്ചു തരും. എങ്ങനെ? ദൈവത്തിന്റെ മഹത്വത്താൽ നിവർത്തീകരിച്ചു തരും. എന്നുവെച്ചാൽ ദൈവത്തിന്റെ വലിപ്പം അനുസരിച്ച നമ്മളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്നത്. ഇന്നൊന്ന് വിളിച്ചു പറഞ്ഞേ, എൻ്റെ വലിപ്പത്തിനനുസരിച്ചല്ല പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നത്, എൻ്റെ ദൈവത്തിന്റെ വലിപ്പത്തിനനുസരിച്ച്, എൻ്റെ ദൈവത്തിന്റെ വലിപ്പത്തിനനുസരിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ കർത്താവിന്റെ മഹത്വത്തിനനുസരിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നത്. ചിലപ്പോൾ എനിക്ക് അനുഭവമുണ്ട്, പല കാര്യങ്ങളും എനിക്ക് എത്തി നോക്കാൻ പറ്റാത്ത വണ്ണ ചില കാര്യങ്ങൾ കർത്താവ് എൻ്റെ ജീവിതത്തിൽ എന്നാൽ അസാധ്യമാത്, എന്നാൽ ആ ഫീസ് കൊടുക്കാൻ സാധ്യമല്ല, എന്നാൽ ആ ചെലവ് ചെയ്യാൻ അസാധ്യമാ. പക്ഷെ എൻ്റെ ദൈവത്താലോ അത് സകലതും സാധ്യമാ. ഹല്ലേലൂയ. നാം സേവിക്കുന്ന ദൈവം വലിയവനാ. നാം സേവിക്കുന്ന ദൈവം ഒന്ന് വിരല് ഞൊടിച്ചപ്പോൾ ഈ ലോകം ഉണ്ടാക്കിയവനാ. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ ബുദ്ധിക്കും അപ്പുറം സമ്പന്നനാ എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ, ഈ ലോകത്തിന്റെ മൊത്തം ഉടയവനാ എൻ്റെ കർത്താവ്. അപ്പൊ നമുക്ക് ആർക്കെങ്കിലും ഇത്ര വിലയുണ്ട് ഈ ഭൂമിക്കെന്ന് വില മതിക്കാൻ പറ്റുമോ? നമുക്കൊരു വീട് നോക്കിയാൽ നമുക്ക് മതിക്കാൻ പറ്റുമോ? നമുക്കൊരു വീട് നോക്കിയാൽ നമുക്ക് പറയാം, ഈ വീട് 1.5 കോടിയുടെ വിലയുള്ള വീട് എന്ന് പറയാം അല്ലേ. ഒരു ട്യൂഷൻ ഫീസ് നോക്കിയാൽ നമുക്ക് പറയാം, ഒരു വർഷം അവിടുത്തെ ട്യൂഷൻ ഫീസ് 15 ലക്ഷം രൂപയാ എന്ന് നമുക്ക് പറയാം അല്ലേ. പക്ഷേ ഈ ലോകത്തിന്റെ മൊത്തം ആസ്തിയുടെ മൂല്യം എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ അസാധ്യമാ. എന്താന്ന് വെച്ചാൽ ദൈവമാണ് ഈ ഭൂമിയുടെ ഈ പ്രപഞ്ചത്തിന്റെ മൊത്തം ഉടയവൻ. ഹല്ലേലൂയ. നമ്മൾ ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളെ നോക്കിയാൽ ആ നക്ഷത്രങ്ങളെല്ലാം ആകാശത്ത് ഇങ്ങനെ ഓടി നടക്കുന്നു അല്ലെ. നമ്മളെ ഒന്ന് നോക്കിക്കേ, ഈ വലിയ പ്രപഞ്ചത്തിനകത്ത് നമ്മളൊക്കെ നിസ്സാരം, ഒരു അണു പോലെ നമ്മൾ നിൽക്കുന്നത്. അപ്പം ഈ വലിയ പ്രപഞ്ചത്തിന്റെ ഉടയവനായ കർത്താവ്, ഹല്ലേലൂയ, ഈ കർത്താവിനെ നോക്കിയിട്ട് സ്തോത്രം, യോബ് പറയുക, എനിക്കറിയാം നിന്നാലെല്ലാം സാധ്യമാ. മത്തായി സുവിശേഷം 19 യേശു കർത്താവ് പറയാം, മനുഷ്യരാൽ അസാധ്യം, പക്ഷെ എൻ്റെ ദൈവത്താലോ സകലതും സാധ്യം. ഹല്ലേലൂയ. ഇന്നൊരു വിഷയത്തിനകത്തൂടെ കടന്നു പോകുമ്പോൾ കർത്താവെ നാളെ കുറിച്ച് എന്തുവാകും എന്ന് ചിന്തിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി കുറിച്ച് എന്തുവാകും എന്ന് ചിന്തിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ചെലവാക്കണം, അല്ലെങ്കിൽ അതിന് ഇങ്ങനെയുണ്ട്, പൈസ ചെലവുണ്ട്, അതിന് ഇത് വേണം അത് വേണം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ചിന്ത അകത്ത് കയറി വരണം. എൻ്റെ ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല. ഈ ലോകത്തിന് ഉള്ളം കയ്യിൽ ഈ പ്രപഞ്ചത്തിന്റെ മൊത്തം ഉടമസ്ഥനായ എൻ്റെ കർത്താവ്, എൻ്റെ ദൈവത്തിന് ഈ നിസ്സാരമായി എൻ്റെ ഈ കാര്യത്തിന് ഹല്ലേലൂയ ഒരു ബുദ്ധിമുട്ടുമില്ല. എൻ്റെ സ്വർഗത്തിലെ അപ്പായിക്ക്, ഹല്ലേലൂയ, എൻ്റെ സ്വർഗത്തിലെ അപ്പായിക്ക് ഇതൊക്കെ നിസ്സാരമാ. നമ്മളുടെ ഓരോ കാര്യങ്ങളും സ്വർഗത്തിലെ അപ്പായിക്ക് നിസ്സാരമായിട്ടുള്ള കാര്യമാ. ഹല്ലേലൂയ. എൻ്റെ അപ്പായുടെ ആസ്തിക്കനുസരിച്ച് ചെന്ന് ഞാൻ എന്തെങ്കിലും ചോദിക്കുക, എനിക്കറിയാം എൻ്റെ അപ്പയ്ക്ക് ഇത്രയും വരുമാനമുണ്ട്, ഓക്കെ, എന്നിട്ട് ഞാൻ ചെന്നിട്ട് ചോദിക്കാം, അപ്പ എനിക്ക് ഇതിനകത്തുനിന്ന് ഇതിന്റെ ഇച്ചിരി ഇത്രയും, എനിക്ക് 1 രൂപയോ അല്ലെങ്കിൽ 2 രൂപയോ അല്ലെങ്കിൽ ഇത്രയുമോ എനിക്ക് തരാമോ എന്ന് ചോദിച്ചാൽ അപ്പൊ പറയും ഒരു ബുദ്ധിമുട്ടുമില്ല, എൻ്റെ കയ്യിൽ അത്രയുണ്ട്, അതിനും അപ്പുറം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ നിനക്ക് തരാം എന്ന് പറയും അല്ലേ. അപ്പൊ ഈ പ്രപഞ്ചം മൊത്തം ഉടമസ്ഥനായ കർത്താവിനോട് നമ്മൾ ചെന്ന് നമ്മളുടെ ഒരു വീട് പണിയുടെ ആവശ്യത്തിനോ, അല്ലെങ്കിൽ ഒരു വീട് പുതുക്കി പണിയുന്നതിന്റെ ചെലവിനോ, അല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കുന്നതിന്റെ ആവശ്യത്തിനോ ചെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ
ദൈവത്തിന് അത് ചെയ്തു തരാൻ പറ്റത്തില്ല എന്ന്. ഹല്ലേലൂയ. എൻ്റെ ബഹുസമ്പന്നനായ കർത്താവിന് എന്തും ചെയ്യാൻ സാധിക്കും. ഹല്ലേലൂയ. മനുഷ്യരാൽ അസാധ്യം, പക്ഷെ ദൈവത്താൽ സകലതും സകലതും സാധ്യം. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറയണം, എൻ്റെ ദൈവത്താൽ സകലതും സാധ്യം. പോസിബിൾ വിത്ത് മൈ ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാ ദാവീദ് പറഞ്ഞത്, ഹല്ലേലൂയ, ഞാൻ അവന്റെ ശക്തിയാൽ ഞാൻ ആ മതിലും ചാടിക്കടക്കും. ഹല്ലേലൂയ. ഞാൻ സകലതും, ഞാനൊരു ഒരു ഒരു ആർമി എൻ്റെ എതിരെ വന്നാലും, ഹല്ലേലൂയ, ഞാൻ ആ പടക്കൂട്ടത്തിന്റെ എതിരെ ഞാൻ ചാടിക്കടക്കും. ഞാൻ അതുങ്ങളെ ജയിച്ച് ഞാൻ അപ്പുറത്ത് നിൽക്കും. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം, അതിനകത്ത് വചനം ഇങ്ങനെയാ കിടക്കുന്നത്. ഇസ് എനിത്തിങ് ടു ഹാർഡ് ഫോർ ദ ലോർഡ്. ഹല്ലേലൂയ. ഐ വിൽ റിട്ടേൺ. ദൈവം പറയാ, ദൈവത്തിന്റെ സ്വന്തം വായാല് സാറയോട് പറയുക, അബ്രഹാമിനോട് പറയാ, ഐ വിൽ റിട്ടേൺ അബൌട്ട് ദിസ് ടൈം നെക്സ്റ്റ് ഇയർ ആൻഡ് സാറ വിൽ ഹാവ് എ സൺ. എന്ന് വായിച്ചേ. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഇന്ന് സ്വന്തമായിട്ടൊന്ന് ചോദിച്ചേ, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഹല്ലേലൂയ. എന്നിട്ട് ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയത്തിൽ മടങ്ങി വരും, അപ്പോൾ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടായിരിക്കുമെന്ന് അരുളിച്ചെയ്തു. ആമേൻ. ഒരു കുഞ്ഞുണ്ടാവുന്ന കാര്യം വയസ്സായ സാറയ്ക്ക് ബുദ്ധിമുട്ടാ, ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ആ പറഞ്ഞ കാര്യം തുടക്കത്തിൽ തന്നെ ഇങ്ങനെ പറഞ്ഞു, ദൈവത്താൽ അസാധ്യം ഒന്നുമില്ല, അല്ലെങ്കിൽ ദൈവത്താൽ കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന് ബുദ്ധിമുട്ടായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ യേശു കർത്താവിന് ബുദ്ധിമുട്ടായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടോ? രോഗം സൗഖ്യമാക്കും, ക്ഷീണങ്ങൾ മാറ്റും, അവസ്ഥകൾ മാറ്റും. ഹല്ലേലൂയ. എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം കൊണ്ടുവരും. ഹല്ലേലൂയ. ഉദരഫലം ഇല്ലാഞ്ഞ് സാറയോട് ദൈവം പറയുക, എന്നാൽ അസാധ്യമായി ഒന്നുമില്ല. ഹല്ലേലൂയ. എന്നിട്ട് അബ്രഹാമിനോട് പറയുക, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ സാറയുടെ കയ്യില് ഒരു കുഞ്ഞുണ്ടായിരിക്കും. ഹെബ്രായരുടെ ലേഖനം പറയുന്നു, ദൈവം എന്ത് ചെയ്തു? ദൈവം ഒരു പ്രോമിസും ഓത്തും കൊടുത്തു, അല്ലെ? ദൈവം ഒരു വാഗ്ദത്തവും കൊടുത്തു, ദൈവം സത്യവും ചെയ്തു. എങ്ങനെ സത്യം ചെയ്തു? തന്നെ കൊണ്ട് ആണയിട്ടു. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, എന്നാൽ സത്യം. ഓക്കെ, അങ്ങനെ ദൈവം പറഞ്ഞു. പലവരും സത്യം പറയുമ്പോൾ പറയും, അപ്പനാൽ സത്യം, അമ്മയാൽ സത്യം, അല്ലെങ്കിൽ മക്കളാൽ സത്യം എന്നൊക്കെ പറയത്തില്ലേ? ചിലവർ ഞാൻ ഓടിക്കുന്ന ഈ വണ്ടിയാൽ സത്യം എന്നൊക്കെ പറയത്തില്ലേ? അവരുടെ സ്വന്തം വാഹനത്തിനെ തൊട്ടിട്ട് പറയും, അതിനാൽ സത്യം, വീടിനാൽ സത്യം, കാണുന്ന കിട്ടുന്നതിനെ ഒക്കെ കൊണ്ട് സത്യം പറയും. പക്ഷെ ദൈവത്തിനെ കൊണ്ട് തന്നെ ആണയിട്ടു. എന്താന്ന് വെച്ചാൽ, ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന സർവശക്തനായ ദൈവം തന്റെ നാമത്തിൽ പറയാ, തന്നെ കൊണ്ട് ആണയിട്ടിട്ട് പറയുക, ഉറപ്പായിട്ടും സാറയ്ക്ക് ഒരു കുഞ്ഞുണ്ടാവും, നിന്റെ വാഗ്ദത്ത സന്തതി ജനിക്കും. ഹെബ്രായരുടെ ലേഖനം 6-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങൾ 18. God also bound himself with an oath, so that those who received the promise could be perfectly sure that he would never change his mind. So God has given both his promise and his oath. These two things are unchangeable because it is impossible for God to lie. അതുകൊണ്ട് ദൈവം വാഗ്ദാനത്തിന്റെ അവകാശികൾക്ക് ദൈവം വാഗ്ദാനത്തിന്റെ അവകാശികൾക്ക് ഇന്ന് പറഞ്ഞേ, ഞാൻ വാഗ്ദാനത്തിന്റെ അവകാശിയാ എന്ന് പറഞ്ഞേ. അല്ലെ, ഞാൻ നിത്യജീവന്റെ വാഗ്ദാനത്തിന്റെ അവകാശിയാ, ഞാൻ വാഗ്ദാനത്തിന്റെ അവകാശിയാ. തന്റെ ആലോചന മാറാത്തതെന്ന് അധികം സ്പഷ്ടമായി കാണിക്കാൻ ഇച്ഛിച്ചൊരാണയാലും ഉറപ്പ് കൊടുത്തു. തന്റെ ആണയാല് ഉറപ്പ് കൊടുത്തു. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് വ്യാജം പറയുവാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിക്കാൻ ഇടവരുന്നു. ആമേൻ. ഇത് നമുക്കൊരു ഭയങ്കര ധൈര്യമാണ്. ഇറ്റ് ഈസ് എ റീസൺ ഫോർ ഗ്രേറ്റ് കോൺഫിഡൻസ്. എന്താണ് നമ്മളെ പ്രചോദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ കോൺഫിഡന്റ് ആക്കുന്നത്, നമ്മളെ ധൈര്യപ്പെടുത്തുന്നത് എന്താണ്? ദൈവം തന്റെ വാമൊഴിയാൽ തന്നെ കൊണ്ട് ആണയിട്ടു. ഹല്ലേലൂയ. ദൈവം ഇന്ന് നമ്മൾ കേട്ടിട്ടുള്ള സകല വാഗ്ദത്തങ്ങളും, ഞാൻ ഉറപ്പോടെ പറയട്ടെ, വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയ വാഗ്ദത്തങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ? എൻ്റെ വാഗ്ദത്തങ്ങൾ ഒന്നും വെളിപ്പെട്ടിട്ടില്ല,
ബുദ്ധിമുട്ടില്ല കർത്താവെ. ഞാൻ എന്ത് ചെയ്യും? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, ഞാൻ സ്തോത്ര വഴിപാടുകൾ കൊടുക്കുന്നുണ്ട്, ഞാൻ കൈയടിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, ഞാൻ നല്ലതായിട്ട് ബൈബിള് വായിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ വാഗ്ദത്തങ്ങളൊന്നും ലഭിക്കുന്നില്ല. പക്ഷെ എൻ്റെ വാഗ്ദത്തങ്ങളൊന്നും ലഭിക്കുന്നില്ലല്ലോ കർത്താവെ. എൻ്റെ പ്രോമിസസുകളൊന്നും വെളിപ്പെടുന്നില്ലല്ലോ. ഉറപ്പായിട്ട് ഇന്ന് വിളിച്ചു പറയണം, ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല. ഹല്ലേലൂയ. ദൈവം എന്തെങ്കിലും നമ്മൾ വാഗ്ദത്തങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ യേശു കർത്താവിന്റെ നാമത്തിലാ വാഗ്ദത്തങ്ങൾ കേട്ടിട്ടുള്ളത്. നമ്മൾ യേശുവിന്റെ നാമത്തിലാ മാത്രം. ഉറപ്പായിട്ടും അതെ, യേശുവിന്റെ നാമത്തിൽ നമ്മൾ ആ വാഗ്ദത്തങ്ങൾ ലഭിച്ചത് കൊണ്ട് തീർച്ചയായിട്ടും ക്രിസ്തു യേശുവിൽ ദൈവം അത് ചെയ്തിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ വാഗ്ദത്തങ്ങൾ മാറിപ്പോകത്തില്ല. ദൈവം തന്നെ കൊണ്ട് ആണയിട്ടിട്ട നമുക്ക് ഓരോ വാഗ്ദത്തങ്ങളും തരുന്നത്, ഓരോ പ്രോമിസും തരുന്നേ. ഈ ബൈബിളിനകത്തുള്ള സകല പ്രോമിസുകളും അത് നിവർത്തീകരിക്കുക തന്നെ ചെയ്യും. അത് സത്യമായി തന്നെ തീരും. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ട്. ഉറപ്പായിട്ട് നമ്മൾ എന്ത് കർത്താവിനോട് ചോദിച്ചാലും കർത്താവ് അതിന് മറുപടി തരും. കൊർന്നേലിയോസിനെ വന്ന് കണ്ട് ദൂതനിയോസിനോട് പറഞ്ഞ ഒരു കാര്യമാ, ഹല്ലേലൂയ, നിന്റെ പ്രാർത്ഥനകളും യാചനകളും നിന്റെ സ്തോത്ര കാഴ്ചകളും എല്ലാം ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ. നിന്റെ സകല പ്രാർത്ഥനകളും നിന്റെ സ്തോത്ര കാഴ്ചകളും നീ ചെയ്ത നന്മകളും സകലതും ദൈവത്തിന്റെ മുൻപാകെ ഉണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കണ്ണാർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ഇന്ന് ധൈര്യത്തോടെ ഇരിക്കണം. എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട്. ഞാൻ ഈ നാളുകളിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകള് ദൈവസന്നിധിയിൽ കിടപ്പുണ്ട്. അതിനെനിക്ക് ഉത്തരം ലഭിക്കും. എനിക്ക് അതിൻ്റെ മറുപടികൾ ഈ ദിവസങ്ങളിൽ ഞാൻ ലഭിക്കും. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനകള് ഉറപ്പായിട്ടും എൻ്റെ കയ്യിൽ അത് ലഭിക്കും. അതിൻ്റെ നന്മകൾ ലഭിക്കും. ഇന്ന് വിളിച്ചു പറയണം, ദൈവത്താൽ അസാധ്യം ഒന്നുമില്ല. ഹല്ലേലൂയ. എൻ്റെ പ്രാർത്ഥനകൾക്ക് കർത്താവ് മറുപടി നൽകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ ആർക്കും പിടിച്ച് അടക്കാൻ പറ്റത്തില്ല. ദൈവത്തിനെ ആർക്കും പിടിച്ചടക്കാൻ പറ്റത്തില്ല. എൻ്റെ കർത്താവിനാൽ അസാധ്യം ഒന്നുമില്ല. ഹല്ലേലൂയ. കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആർക്കും അതിനെ പിടിച്ചടക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. He has promised you goodness and mercy shall follow you all the days of your lives. ഹല്ലേലൂയ. ദൈവം വാക്ക് പറഞ്ഞിട്ടുള്ളത് നന്മയും കരുണയും ആയുഷ്കാലം മൊത്തം നിന്നെ പിന്തുടരുമെന്ന്. ഹല്ലേലൂയ. കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ ജീവിതകാലം മൊത്തം നമ്മൾ നന്മയുടെയും കരുണയുടെയും പുറകെ ഓടിപ്പോകണ്ട. നന്മയും കരുണയും നമ്മളുടെ പുറകെ ഓടി വന്നിട്ട് നമ്മളെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കും. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറയണം, എൻ്റെ ജീവിതത്തിൽ നന്മയും കരുണയും എൻ്റെ പിന്നെയാൻ ശ്രമിക്കും. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ നല്ലത് മാത്രമേ നടക്കത്തുള്ളൂ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കും. എൻ്റെ ജീവിതത്തിൽ ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ നന്മ മാത്രം ചെയ്യും. ഹല്ലേലൂയ. 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 കർത്താവിന് എല്ലാ മഹത്വവും സകല ആരാധനയും യേശുവിന് മാത്രം.